ഹലോ ഫ്രണ്ട്സ്, നമ്മൾ യു കെയിൽ ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട് ഇവിടെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലായിരുന്നു പണ്ട് ഇതേപോലെയുള്ള കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഇല്ലേ? നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് സോൾവ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ട്. പക്ഷെ ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പോലീസ് ഇൻവോൾവ് ആവും. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ അച്ഛൻ കാണാം, അമ്മ കാണാം, നമ്മുടെ കസിൻസ് അല്ലെങ്കിൽ നമ്മളുടെ ബ്രദേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുക്കാരും വീണ്ടും അവരങ്ങ് സോർട്ട് ഔട്ട് ചെയ്യും. അതെ അതെ. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ആൾക്കാരില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് താമസിക്കുന്ന ആനന്ദാണെങ്കിൽ നമ്മൾ ആനന്ദിനോട് പറയുക. ആനന്ദിന് ആനന്ദിൻ്റെതായ പണികളുണ്ടല്ലേ? അതെ അതെ. ഇവിടെ ആർക്കും ഒരു സമയത്തിന്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതങ്ങ് ആളി കത്തുവാണ്. അതാണ് അടുത്ത നിമിഷം പോലീസിനെ വിളിക്കുക, ആ ഒരു സ്റ്റേജിലേക്ക് പോവാം. പിന്നെ അത് കൈവിട്ടു പോയി. ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ മേലാത്തൊരു അവസ്ഥയാണ്. അതൊരു വലിയൊരു പ്രശ്നമാവുകയാണ്. ഇത് യു കെയിൽ ഇപ്പോഴ് ഓൾ ഓവർ യു കെയിൽ ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് നമ്മളൊരു വീഡിയോ പറഞ്ഞാണ്, ഗ്ലൂസ്റ്ററിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ കൗണ്ടിൽ അങ്ങനെ 244 കേസുകളാണ്. അതൊക്കെ അവിടെ ഒന്നും കേട്ടിട്ട് പോലും ഇല്ലാതെ വളരെ ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലങ്ങളാണ് പണ്ട്. അങ്ങനെ നോക്കുമ്പോഴ് യു കെയിൽ ഉടനീളം നോക്കുമ്പോഴ് എത്ര ആയിരക്കണക്കിന് കേസുകളാണ് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്തത്. എല്ലാം മലയാളികളാണെന്നല്ല പറഞ്ഞത്, പക്ഷെങ്കിൽ ഇവിടെ നിന്ന് പറ്റുന്ന നിയമം എല്ലാവർക്കും ഒരുപോലെ കാണല്ലേ? മലയാളികളും ഇന്ത്യക്കാരുടെ ഇടയിലാണ് എനിക്ക് കേസ് കൂടുതലായിട്ട് വരും. ആനന്ദ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വാതന്ത്ര്യം കൂടുതലാണ്. സ്കൂളിൽ പോയി കഴിഞ്ഞാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ അവരെ എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഇനിയിപ്പോ എന്തെങ്കിലും വിഷയങ്ങൾ വീട്ടിലുണ്ടോ, അല്ലെങ്കിൽ നിന്റെ പേരൻസ് എങ്ങനെയാണ് നിന്നോട് ഇടപെടുന്നത്, ഇനിയിപ്പോ നിന്നെ എന്തെങ്കിലും ഹാം ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ അതിലെ എല്ലാ സൗകര്യങ്ങളിൽ, ഇതൊക്കെ കാര്യങ്ങളെല്ലാം തന്നെ അവരെങ്ങനെയെങ്കിലുമൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. ഒരു 1-2 മാസം നമ്മുടെ കുട്ടികൾ ഒരു ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പോൾ ആ ടീച്ചേഴ്സിന് അല്ലെങ്കിൽ ആ സ്കൂളിന് അവരുടെ പേരൻസിനെ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ എങ്ങനെയാണ് ആ കുട്ടികൾ വളരുന്നതിനെ കുറിച്ച് ഒരു ചിത്രം അവർക്കുണ്ടാവും. കാരണം അതനുസരിച്ചായിരിക്കും പിന്നെ മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ നമുക്കറിയില്ല, മലയാളികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല സ്വഭാവത്തിലൊക്കെ പിള്ളേരെ വളർത്തിക്കൊണ്ടുവരാൻ അവർ കൂടുതലും അത് നമുക്കറിയാം. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരെ വളർത്തുക എന്നുള്ളതാണ്. ഇപ്പൊ യു കെയിൽ വന്നു കഴിഞ്ഞാൽ മലയാളി ഫാമിലിക്കാണെങ്കിലും അത് തന്നെയാണ്, അവരുടെ പിള്ളേരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ്. ഇപ്പൊ എന്തെങ്കിലും ഇടയ്ക്ക് ഇതുപോലൊക്കെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സോഷ്യൽ സർവീസുകാരൊക്കെ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. കാരണം പിന്നെ ആദ്യം നടപടി പിന്നെ ചോദ്യമുള്ളൂ. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും പിന്നെ ആ റിലേഷൻഷിപ്പ് ആകെ മോശമാകും. പിന്നെ നമ്മൾ ആ കുട്ടികളുമായിട്ട് ഫേസ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ട്, പിള്ളേർക്ക് ബുദ്ധിമുട്ട്. സോ ഇതൊക്കെ വളരെ എന്താ പറയുന്നത്, വളരെ നിസ്സാര കാര്യമായിരിക്കും ഇതൊരു ആളിക്കത്തി ഈ ഒരു സ്റ്റേജിലായി. കാരണം അവര് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് വിത്തിൻ 5 മിനിറ്റ്സ് വീട്ടിലെത്തും. പിന്നെ കാര്യങ്ങളെല്ലാം പിടിവിട്ട് പോകും. നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മലയാളികളൊക്കെ യു കെയിൽ വന്നതോടുകൂടി ഇതേപോലുള്ള കേസുകൾ കൂടി. ഇതേപോലെ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോഴും വളരെയധികം കൂടുതലാണ്. കാരണം ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഡെയിലി ഇതേപോലെയുള്ള പ്രശ്നങ്ങളാണ് അവർ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് വരും. നമുക്കത് ഇവിടെയുള്ള പത്രങ്ങളിലൊക്കെ നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ എന്ന് പറഞ്ഞാൽ ഈ ഗ്ലൂസ്റ്ററിലും ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും ഒക്കെ നടന്ന സംഭവങ്ങളാണ് ഇപ്പോഴും മെയിനായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഇതേപോലൊക്കെ ഇപ്പൊ നാട്ടിൽ നിന്ന് വരുന്ന ഒരാളിനെ സംബന്ധിച്ചോളം ചിലപ്പോൾ അവര് പെട്ടെന്ന് ഇവിടുന്ന് പോയിട്ട് ഒരു കല്യാണം കഴിച്ചു പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്ന ഒരാളാണ്. മെയിൻ പ്രശ്നം ഇതാണ്. അതായത് നമുക്കൊരു ഗൈഡൻസിന് ആളില്ല. അതായത് നമുക്കൊരു പേരൻസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്കിൾ ആന്റി അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ അവര് അവരുടെ തിരക്കിലായിരിക്കും ഇവിടെ ഉള്ളത്. നമ്മുടെ കാര്യത്തിൽ ആരും അങ്ങനെ ഇടപെടാറുമില്ല. ഇങ്ങനെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത് ഒരാളോട് ചിലപ്പോൾ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷെ അവർക്കും ഈ ഒരു കാര്യത്തിൽ ഇടപെടാനായിട്ട് ഒരു ലിമിറ്റ് ഉണ്ട്. അതെ, അങ്ങനെ ഇടപെട്ടുകൊണ്ടൊന്നും പോലീസിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നുമില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ആൾക്കാർ, അതായത് നമ്മളുടെ ഇതുപോലെ നമുക്ക് നാട്ടിലൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനായിട്ട് നമ്മളുടെ ബന്ധുക്കളെല്ലാം നമ്മുടെ കൂടെ കാണും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പിലുള്ള ആൾക്കാരാണ്. പക്ഷെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവര് നമ്മളോട് പറയുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരു ദിവസമായിട്ട് കടന്നു, അവർ വന്നിട്ടുണ്ടെങ്കിൽ പറയും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത്, അതൊരു വിഷയമായിട്ട് വരും. പിന്നെ ഒരു 2 ദിവസം നടന്നു, 3 ദിവസം നടന്നു, അങ്ങനെ തുടരെ അടിയായി കഴിയുമ്പോൾ ആരെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഇടപെടുവോ? ഇല്ല, അവർക്ക് തന്നെ അറിയാം ഇത് അവർ കൂട്ടിയാ കൂടുന്ന. നമ്മൾ ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞ പിന്നെ ചിലപ്പോൾ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് എന്തെങ്കിലും പ്രശ്നമുള്ള കൂട്ടുകാരാണ് വരുന്നെങ്കിൽ, ഇപ്പൊ ചിലപ്പോൾ ഞാനാണ് അവരുമായിട്ട് ഇച്ചിരി പ്രശ്നം, ഇതിന്റെ പണി നോക്കും, ഞങ്ങളുടെ കുടുംബക്കാർ ഞങ്ങൾ നോക്കിക്കോളാം, അങ്ങനെയുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നീ കുടുംബം തകർത്തു എന്നുള്ളൊരു ഇതായതുകൊണ്ട് ആരും കയറി ഈ വള്ളി പിടിക്കാറില്ല. പല കുടുംബങ്ങളിലും ഉണ്ടാകുന്ന ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഇവിടെ വന്ന് ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോൾ നാട്ടിൽ പോയി ഒരാളിനെ വിവാഹം ചെയ്തുകൊണ്ട്, പക്ഷെ ആ വരുന്ന ആൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ചിട്ട ഒരു ജീവിതമാണ്. അതെ,
വരുന്നവർക്ക് കുക്ക് ചെയ്യാൻ അറിയാവോ? ഇല്ല. കുക്ക് ചെയ്യാൻ അറിയാം. അവർ പിള്ളേരെ നോക്കിയിട്ടുണ്ടോ? ഇല്ല. അവര് വീടുകളിൽ വന്നിട്ട് വീട്ടില് പിന്നെ അടിച്ചു അല്ലെങ്കിൽ ടോയ്ലറ്റ് കഴുകി അല്ലെങ്കിൽ ഇതൊക്കെ വൃത്തിയാക്കുക പറഞ്ഞാൽ അവർക്ക് പലർക്കും അറിയത്തില്ല. ഏറ്റവും വലിയ പ്രശ്നം അവര് ചിലപ്പോൾ നല്ല ജോലിയിൽ നാട്ടിലുള്ളവരായിരിക്കും. അവർ ഇവിടെ നിന്ന് വരുമ്പം പെട്ടെന്ന് ആ ഒരു പുതിയൊരു ജോലി അവർക്ക് പറ്റിയൊരു ജോലി ആയിരിക്കില്ല കിട്ടുന്നത്. വരുമ്പം ആ ജോലിയായിട്ട് അവരൊന്ന് ഒത്തിണങ്ങി വരണം. അതിന്റെ പുറത്ത് കുടുംബത്തിലെ പ്രശ്നം ഇതെല്ലാം കൂടെ വരുമ്പോൾ ഭയങ്കര പ്രഷറാണ്. ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പല കേസുകളിലും ഇപ്പൊ ഈ ഒരു ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ ഈ ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പുതുതായിട്ട് കല്യാണം കഴിച്ച് ഒരു 2-3 വർഷത്തിനിടയിൽ നമുക്ക് നാട്ടിൽ നിന്ന് വരുന്ന ഒരാൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ചില വീടുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ അവരെ ശരിക്കും പാമ്പർ ചെയ്തായിരിക്കും. ഒരു 30 വയസ്സ് വരെ ആണെങ്കിൽ അവർ നല്ല പ്ലേറ്റ് പോലും കഴുകാതെ ആയിരിക്കും വളർത്തിയിരിക്കുന്നത്. അതെ, അവർക്കൊരു കാപ്പി ഇടാനോ അല്ലെങ്കിൽ ഒരു തിന്ന പാത്രം ഒന്ന് കഴുകി വെക്കാനോ അല്ലേ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്ന ഒരു നേഴ്സോ അല്ലെങ്കിൽ ഒരു കെയറോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു ടീച്ചറോ എന്ന് പറഞ്ഞാൽ അവര് 12 മണിക്കൂറോളം ജോലി ചെയ്യും. ജോലി ചെയ്തിട്ട് നമുക്ക് നേഴ്സിനെ സംബന്ധിച്ചോളം ഒരു 12 മണിക്കൂർ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ട് വരുന്ന ഒരാളിനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. അപ്പൊ നമ്മൾ ആ ഒരു സമയത്ത് വീട്ടിലിരിക്കുന്ന കെട്ടിയവന്മാരെ നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുവന്നു അല്ലെങ്കിൽ വീട്ടില് സ്കൂളിൽ പോകാത്ത പിള്ളേരാണ് അവരെ നോക്കി അവരുടെ പാടൊക്കെ ചേഞ്ച് ചെയ്ത് അവരെ നോക്കി അതൊന്നും ചെയ്യാൻ അറിയാൻ വയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ആ വൈഫ് എന്ന് പറയുന്ന ആള് ചിലപ്പോ 1 മാസം അല്ലെ 2 മാസമൊക്കെ ക്ഷമിക്കും. അത് കഴിയുമ്പോഴത്തേനും അവരുടെ തനി സ്വരൂപം അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് അവരുടെ ലിമിറ്റ് കഴിയും. കാരണം ആദ്യമൊക്കെ എന്ന് പറഞ്ഞാല് ചേട്ടാ അത് ചെയ്യാം ഹണിമൂൺ പീരീഡ് ഒക്കെ ആകുമ്പോഴത്തേനും ഓക്കെയാണ്. അതൊരു കുട്ടിയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേനും ഭയങ്കര പാടാണ് പ്രശ്നമാണ്. അപ്പൊ നമ്മള് എന്താ പറഞ്ഞ ആണാണെന്ന് പറഞ്ഞാലും പെണ്ണാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, അത് നമ്മൾ പഠിക്കുക. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ശരിയാണ്, നമ്മുടെ അച്ഛനുണ്ട്, നമ്മുടെ അമ്മയുണ്ട്. അപ്പൊ നമുക്ക് ചിലപ്പോഴ് ഭക്ഷണം കഴിക്കുന്ന പാത്രം പോലും കഴുകി വരത്തില്ല. നമുക്കൊരു കാപ്പി പോലും ആണത്തിന്റെ ആവശ്യമില്ല. നമുക്ക് നമ്മളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ഇവിടെ വന്നിട്ട് ഇപ്പൊ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ വല്ലതും ഉണ്ടോ ആനന്ദ്? ഇല്ല. ഇപ്പൊ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കാണാം. അത് എല്ലാരും നല്ലൊരു ഷെഫായി മാറും ഇവിടെ. ഇല്ലേ, ഇവിടെ നമുക്ക് എല്ലാ രക്ഷയില്ല. ഇവിടെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാതെ, അതായത് വൈഫ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഫുഡ് എടുത്ത് വിളമ്പിയാലേ കഴിക്കുള്ളൂ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊന്നും നടക്കത്തില്ല. ഇപ്പൊ ഇവിടെ ഇതേപോലെയുള്ള ഒരു ജോലി ചെയ്താൽ നമുക്കറിയില്ലേ, യുകെയിലെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ജീവിതമാണ്. കാരണം 12 മണിക്കൂറൊക്കെ ജോലി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലൊക്കെ ജോലി ഭയങ്കര പാടാണ്. വിന്റർ ടൈമിലൊക്കെ ഭയങ്കര പ്രഷറും തിരക്കും അണ്ടർ സ്റ്റാഫും ഒക്കെ ആയിട്ട് അവർ വളരെ മടുത്തായ വീട്ടിൽ വരുന്നത്. അത് നമ്മൾ വീട്ടിലിരിക്കുന്ന ആണായാലും പെണ്ണായാലും അത് മനസ്സിലാക്കണം. ഇപ്പൊ ആണുങ്ങളാണ് ജോലിക്ക് പോകുന്നതെങ്കിലും ഇതുപോലേക്ക് തന്നെ ജോലി കഴിഞ്ഞ് വരുന്ന ആണിന്റെ മണ്ടയിലോട്ട് പെണ്ണുങ്ങൾ കയറാൻ പറയി കഴിഞ്ഞാല് വന്നിട്ട് വഴക്കുണ്ടായി കഴിഞ്ഞാല് എത്ര ശാന്ത സ്വഭാവക്കാരനാണെങ്കിലും അവന്റെ സ്വഭാവം. അതെ, അവര് പറയും നമുക്ക് ടൈം ഇല്ല, നിങ്ങൾ എന്നെ കെയർ ചെയ്യുന്നില്ല. പക്ഷെ അതൊന്നും അല്ല. കാരണം ഈ ഒരു ഡ്യൂട്ടിക്ക് പോകാതിരിക്കാൻ പറ്റിയല്ല. കാരണം അതിന് മാത്രമാണ് ബില്ലുകൾ. ഇവിടുത്തെ ചെലവ് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ വന്നു 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം കഴിയുമ്പോൾ നാട്ടിൽ പോയി ഒരു വിവാഹം കഴിച്ചു. നാട്ടിൽ പോയി നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആൾക്കാരായിരിക്കും ഇവർ കല്യാണം കഴിക്കുന്നത്. അപ്പൊ ഇവിടോട്ട് വന്നു കഴിയുമ്പോഴേ അവർക്ക് ഡോക്ടറുടെ ജോലി കിട്ടും അല്ലെങ്കിൽ പോലെ കാര്യങ്ങൾ നടക്കത്തില്ല. കാരണം ഇവിടെ ചിലപ്പോൾ നമ്മള് നാട്ടിൽ നമ്മള് കല്യാണം കഴിക്കുമ്പോഴേ ഒന്നില് വലിയ ഹൈലി എഡ്യൂക്കേറ്റഡ് ആൾക്കാർ, കാരണം യുകെയിലേക്ക് വരുമ്പോഴേ ഒരു 10,000 പോണ്ട് ശമ്പളം കിട്ടുമ്പോഴാണ് കൊട്ടുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ അവന് 3,000 അല്ല, അവന് ചിലപ്പോൾ ഇവിടെ കിട്ടുന്നത് ചിലപ്പോൾ ക്ലീനിങ് ജോബ് ആയിരിക്കും, ഇല്ലെങ്കിൽ KFCയിൽ ജോലി ആയിരിക്കും, ഇല്ലെങ്കിൽ ഏതെങ്കിലും നേഴ്സിംഗ് ഹോമിലായിരിക്കും ജോലി കിട്ടുന്നത്. അപ്പൊ അവന്റെ ആ ഒരു ഇതൊക്കെ മാറും. കാരണം അവൻ നല്ല അടിപൊളി ജോലി ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അത് പിന്നെ വീട്ടുകാർക്ക് തമ്മിലുള്ള പ്രശ്നമായി മാറും. കാരണം നീ എന്റെ ചെറുക്കനെ അവിടെ കൊണ്ടുപോയിട്ട് ഈ ജോലിയാണ്, അതെ എന്റെ ചെറുക്കൻ ഇത്രയും നാട്ടിൽ ഈ ഒരു ജോലി ചെയ്തിട്ടില്ല, അവൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അതിന്റെ പ്രഷർ. പക്ഷെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. നമ്മള് ചെയ്യുമ്പോഴേ ഇവിടെ റഷീസിനാക്കാണെന്ന് പറഞ്ഞ് അത് നടക്കുന്ന കാര്യമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങള് നമ്മൾ പറയുമ്പോഴ് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജിൽ നിന്നൊക്കെ ഇപ്പൊ നമ്മുടെ വീട്ടിലും അടിയില്ലോ ചോദിച്ചാൽ അടിയൊക്കെ ഉണ്ടല്ലേ, എവിടെ പ്രശ്നമില്ല. അതാണ് നിങ്ങളൊരു പ്രശ്നമില്ല. പ്രശ്നമില്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. കാരണം നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചോണ്ടിരിക്കും. പക്ഷെ ആ കലഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹെൽത്തി ഒരു ഇതാണ്. കാരണം പ്രശ്നങ്ങൾ വന്ന് നമ്മൾ സംസാരിക്കുമ്പോഴാണല്ലോ അതൊരു ഇത് വരും. അല്ലെങ്കിൽ ഒരു ഏകാധിപത്യ സമീപനമായി. അതെ. ഇപ്പൊ ഏതൊരു കുടുംബത്തിലായാലും ഇപ്പൊ നാട്ടിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ ആണെന്ന് പറയാലോ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിയനും കെട്ടുകളും തമ്മിൽ എപ്പോഴും കലഹം ഉണ്ടാവും. കലഹമില്ലാത്ത വീടുകളൊന്നുമില്ല. കാരണം പല കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് വ്യത്യാസം ഉണ്ടാകത്തില്ലേ. പ്രത്യേകിച്ച് ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വിന്റർ ടൈമിൽ ഒട്ടും സൂര്യപ്രകാശം ഭയങ്കര ഇതാണ്. പിന്നെ നമുക്കൊരു വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, വിറ്റാമിൻ ഡി കുറയുന്നു. അങ്ങനെ നമ്മളൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്കാണ്. അപ്പൊ ഒരു ചെറിയ പ്രശ്നം പോലും, പിന്നെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ആ ഉറക്കത്തിന്റെ ഇത് വരുമ്പോൾ ദേഷ്യം വളരെ പെട്ടെന്ന് കൂടും. ഇപ്പൊ 2 നൈറ്റ്
നൈറ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ഇത് കൊണ്ട് അത് ട്രിഗർ ആയിട്ട് ഭയങ്കര ഒരു ഇതായിട്ട് മാറും. പെട്ടെന്നൊക്കെ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്ന ഒരാൾ അവരെ ഇത്ര എഡ്യൂക്കേറ്റഡ് ആണെന്നുള്ള കൂടുതൽ എഡ്യൂക്കേഷൻ ഉള്ളതാണ് ഒരു പ്രശ്നം എന്ന് പറഞ്ഞത്. പക്ഷേ പലരും ഇങ്ങനെ ഞാൻ വൈറ്റ് കോളർ ജോലി മാത്രമേ ചെയ്യുള്ളൂ, ഈ ജോലിയൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ അവരുടെ പൈസ ഇല്ലാതാവും, വൈഫ് ഡ്യൂട്ടിക്ക് പോകുന്നു, ഹസ്ബൻഡ് വീട്ടിൽ ഇരിക്കുന്നു, അപ്പം മദ്യപാനം. ഇവിടെ വന്നിട്ട് ആദ്യം കിട്ടുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഒന്നിൽ സൂപ്പർ മാർക്കറ്റിലായിരിക്കും, അല്ലെങ്കിൽ കെയർ ഹോമില്, അല്ലെങ്കിൽ ഇതുപോലുള്ള KFC-ലോ മക്കിയിലോ ഒക്കെ ആയിരിക്കും അവർക്ക് ജോലി കിട്ടുന്നത്. അതെ, ഇതേപോലെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ട് വരുന്ന ആൾക്കാർ ഇങ്ങനെ ഒരു ജോലി ഇപ്പൊ കോംപ്ലക്സ് അവർക്ക് അല്ലേ, അവര് നേഴ്സിംഗ് മറ്റു ക്ലീൻ ആയിട്ട് ജോലി കിട്ടിയാൽ പോകാനത് ഇല്ല. അവർക്ക് പ്രാക്ടിക്കലി ആ ജോലിയെ കുറിച്ച് ഒന്നും അറിയത്തില്ല. അതാണ് അവര് ചെല്ലുമ്പോ തന്നെ അവർക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല, കാരണം അവർക്ക് ഒന്നും അറിയത്തില്ല. അപ്പം പലരും നമ്മളെ ഷൗട്ട് ചെയ്യും, വഴക്ക് പറയും, മാനേജറിന്റെ അവിടെ പോകും. അത് വരുമ്പോ അതിന്റെ എല്ലാം സ്ട്രെസ് തീർക്കുന്നത് വീട്ടിലെ ആൾക്കാരോടായിരിക്കും. ഇങ്ങനെ വന്ന ഒരാള് 6 മാസം ജോലിക്ക് ഒന്നും പോയില്ല. ഈ പറയുന്ന ആൾക്ക് ഇവിടെ വന്നിട്ട് പിറ്റേ ദിവസം എഞ്ചിനീയർ ആയിട്ട് ജോലി കിട്ടുമോ, ഇല്ലെങ്കിൽ ഡോക്ടറാണെന്നുണ്ട് MBBS കഴിഞ്ഞിട്ട് വന്നിട്ട് ജോലി കിട്ടുമോ? അവനിപ്പോ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, ഞാൻ CA കാരനാണ്, CA കാരനായിട്ട് നാട്ടിൽ ജോലി ചെയ്ത് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്നുകൊണ്ട് ഇവിടെ വന്നിട്ട് പിറ്റേ ദിവസം എനിക്ക് ഞാൻ CA അല്ലെങ്കിൽ ഞാൻ അക്കൗണ്ടന്റ് ആയിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ജോലി ഇവിടെ കിട്ടത്തില്ല. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞ് കിട്ടുന്ന ജോലിക്ക് പോവുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഒരു നേഴ്സ് എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ നേഴ്സിന്റെ ജോലി ഇതാണ്. 12 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റ് പോലും ഞാൻ പറയില്ല, നമുക്ക് ചിലപ്പോഴൊന്ന് ടോയ്ലറ്റിൽ പോകാനോ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയി കഴിക്കാൻ പോലും കഴിക്കാനോ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വരുന്ന ഒരിടത്ത് 12 മണിക്കൂർ ജോലിയും കഴിഞ്ഞ് വരുമ്പോഴേ ഈ വീട്ടിലിരിക്കുന്ന ആള് അതേപോലെ തന്നെ തിന്ന പാത്രം പോലും ചിലപ്പോൾ സിങ്കിനകത്ത് ഇട്ടേക്കും. ഇവള് വന്നിട്ട് വേണം കഴുകാൻ. പിന്നെ അബോധാവസ്ഥയിലായ കേസുകളും, അതായത് അങ്ങനെ ഒരു കേസ് ഇപ്പൊ ഈയിടയ്ക്ക് ഇവിടെ നമ്മള് നേരിൽ കണ്ടതാണ്. 6 മാസത്തോളം ജോലി ഒന്നും കിട്ടിയില്ല. 6 മാസമൊക്കെ ആയപ്പോഴത്തേന് ഇവര് തമ്മിൽ ഭയങ്കര പ്രശ്നമായിട്ട് പുള്ളിക്കാരി ഇപ്പോഴ് ഈ ഒരു ഡിപെൻഡന്റ് വിസ ക്യാൻസലായി, തമ്മിലടിയായി, ഈ പുള്ളിക്കാരനെ കയറ്റി നാട്ടിൽ വിട്ടു. നമ്മളിപ്പോ എത്ര ഡോക്ടറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര CA കാരനാണോ, ഇവിടെ വന്ന് നമുക്കിവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കിട്ടുന്നത് ക്ലീനറാണോ, പോർട്ടറാണോ, അതിന് പോവാൻ എന്താണോ, നീ പോകാൻ റെഡിയാണോ, നിനക്ക് ഏതിന് പോയാലും 12 പൗണ്ട് ചില്ലാനും കിട്ടും. സത്യം പറയാലോ, ഈ ടാക്സ് ഒക്കെ വെച്ച് നോക്കിയിട്ട് നമ്മൾ ഒത്തിരി കൂടിയ ജോലി ആയാലും ടാക്സ് കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഒരു ആവറേജ് എല്ലാവർക്കും ഒരേ സാലറി, വലിയ വ്യത്യാസമില്ല, 1000-1500 പൗണ്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പം നമ്മൾ വലിയ ദുരഭിമാനം വെച്ച് വീട്ടിൽ ഇരിക്കുന്ന ഈ പേരും കിട്ടുന്ന ജോലിക്ക് പോവുക. അത് കഴിഞ്ഞ് നമുക്ക് കണക്ഷൻസും കോണ്ടാക്ട്സും വരുമ്പോഴത്തേനും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മള് ദുരഭിമാനം വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, കേരളം വിടാൻ പോകരുത്. ദുരഭിമാനം അവിടെ തന്നെ പാക്ക് ചെയ്ത് വെച്ചത്, നിങ്ങളത് ബാഗിലാക്കണ്ട. അങ്ങനെയുള്ള ഒരു കാരണവശാലും നിങ്ങൾ UK-ലോ ഓസ്ട്രേലിയയിലോ അമേരിക്കയിലോ യൂറോപ്പിലോ അല്ലെങ്കിൽ ഇതേ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഗൾഫിലാണെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയുള്ള ഒരാളിനെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. അങ്ങനെയുള്ള ഒരാൾ കേരളത്തിൽ തന്നെ നിൽക്കുക. അപ്പൊ നിങ്ങളെ പാമ്പർ ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, നിങ്ങളുടെ ബന്ധുക്കൾ. ഗവൺമെന്റ് ജോലിയോ എന്തെങ്കിലും നോക്കി അല്ലെങ്കിൽ ബിസിനസ് ആയിട്ട് നാട്ടിൽ കൂടുന്നതായിരിക്കും നല്ലത്. അത് രാവിലെ ഞാൻ പുട്ടും കടല അത് കഴിഞ്ഞ് കഴിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ചോറ് 4 ബിരിയാണി, അതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമില്ല. പലരും 2 കഷ്ണം ബ്രെഡ് തന്നെ കിട്ടിയ നമ്മള് 4 ദിവസമൊക്കെ ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുന്ന ചോറായിരിക്കും ചിലപ്പോൾ എടുത്ത് കഴിക്കുന്നത്. നമുക്കൊരു പോലീസ് കേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു റെഫറൻസിന് പോകുമ്പോഴത്തേനും പിന്നെ നമുക്കൊരു ജോലി ഭയങ്കര ഒരു പ്രശ്നം. ഈ പോലീസ് കേസൊക്കെ വന്നിട്ട് നമ്മളെ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് 5 വർഷത്തെ ബാനാന്ന് പറഞ്ഞാൽ പിന്നെ 5 വർഷത്തേക്ക് ഈ രാജ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പോ വേറെ രാജ്യത്ത് പോയിട്ട് ജോലി ചെയ്യാൻ പറ്റുമോ, അതും പറ്റത്തില്ല. നമ്മുടെ പാസ്പോർട്ടിനകത്തൊക്കെ അടിച്ചു വിട്ട് കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും ഡൊമസ്റ്റിക് വയലൻസ് ചെയ്തു, ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പം ഭാര്യയെ ഒന്ന് അടിച്ചു, ഇല്ലെങ്കിൽ പിള്ളേരെ ഒന്ന് അടിച്ചു, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വലിയ കേസുകളാണ്. പിന്നെ നമ്മൾ ഒത്തിരി പറഞ്ഞിട്ടുള്ള കാര്യം, ഈ നമ്മൾ പറഞ്ഞ കൊളീഗ്സുമായിട്ടൊക്കെ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം, പ്രത്യേകിച്ച് ഈ മെക്ഡൊണാൾഡ്സ് അല്ലെങ്കിൽ അതുപോലെ കെയർ ഫീൽഡിലൊക്കെ. കാരണം നമ്മളുടെ കാര്യങ്ങളും ചെയ്ത് പറയരുത്, നമ്മള് പറയുകയും ചെയ്യരുത് തമാശയോ ഞാൻ ഇന്നലെ 2 അടിച്ചു കഴിഞ്ഞപ്പോ അവർക്ക് 2 പൊട്ടിയിരും. ഭാര്യ കംപ്ലൈന്റ് ചെയ്തില്ലെങ്കിലും ഈ അവര് കംപ്ലൈന്റ് ചെയ്താൽ മതി. കാരണം നമ്മൾ വളരെ കെയർഫുൾ, നമ്മൾ വളരെ സ്നേഹത്തോടെ അല്ലെങ്കിൽ നമ്മൾ മച്ചാന്ന് പറഞ്ഞ് പറയുന്നതായിരിക്കും. പക്ഷെ അവർക്കൊരു പണി തരാൻ അവർ വിചാരിച്ചാൽ ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും ഒരു വർക്ക് റിലേഷൻഷിപ്പ് ആ ഒരു രീതി മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് നമുക്ക് അവരോട് നമ്മൾ കൂടുതലായിട്ട് ഇന്റിമസി കാണിച്ചു, അപ്പൊ അവർക്കൊക്കെ നമ്മളെ മിസ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കെട്ടിയതിനെ കൊണ്ട് നാട്ടിൽ പോയി, നാട്ടിൽ ചെന്നിട്ട് ഡിപെൻഡന്റ് വിസ ക്യാൻസൽ ആയിട്ട് പുള്ളിക്കാർ തിരിച്ച് തന്നെ വന്നു, ഇവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള പല കേസുകളും നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോഴ് ഏത് കുടുംബത്തിലാണെന്ന് പറഞ്ഞാലും നമ്മൾ നേരത്തെ പറഞ്ഞ വഴക്കും പ്രശ്നമില്ലാത്ത ഒരു കുടുംബവും ഇല്ല. നിങ്ങൾ ഒന്നാമത്തെ കാര്യം, പിള്ളേരൊക്കെ ഒരു 10, 13, 14 വയസ്സൊക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ ആ പിള്ളേരോട് ഒരു കാര്യങ്ങളും പറയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അവരുടെ വഴിക്ക് വിടുന്നതായിരിക്കും ബെറ്റർ.
എന്തെങ്കിലും ആകും, അല്ലെങ്കിൽ ഇപ്പൊ ഒന്നും ആകാത്തൊരവസ്ഥ. 14 വയസ്സായ പിള്ളേർക്കെന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മുടെ നാട്ടിലെ ഒരു 30 വയസ്സായവരുടെ വിവരവും വിജ്ഞാനവും ഒക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ 12 വയസ്സായ ഒരു കൊച്ചും അല്ലെങ്കിൽ ഇവിടെ ഒരു 12 വയസ്സായ ഒരു കുട്ടിയും തമ്മിൽ ഒരുപാട് വ്യത്യാസം. കാരണം ഇവിടുത്തെ സ്കൂളിൽ ഇതേപോലെയുള്ള കാര്യങ്ങളെല്ലാം ഒരു 8-9 വയസ്സാകുമ്പോൾ വളരെ ഇൻഡിപെൻഡന്റ് ആണ് അവര് ഒരിക്കലും ഒരു ഇതില്ലേലും അവര് മാനേജ് ചെയ്തു പോകും. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും പിള്ളേരുടെ കാര്യത്തിൽ ആരും അത്ര വറി ആവേണ്ടുന്ന കാര്യം. നമുക്കറിയാം, നമ്മൾ പേരൻസ് ആകുമ്പോൾ പിള്ളേരുടെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് ചിന്തകൾ, ഒരുപാട് ഇതൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ നാട്ടിൽ കളഞ്ഞിട്ട് പോരുക. കാരണം നാട്ടിലാണെങ്കിൽ നമുക്ക് പിള്ളേരെ രണ്ട് അടിക്കുവോ ഇല്ലെങ്കിൽ പിള്ളേരെ രണ്ട് ചീത്ത വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരും ഒന്ന് ചോദിക്കാം. പോലീസോ നമുക്ക് പോലീസുകാരെ ചീത്ത വിളിച്ചാൽ നമുക്ക് തിരിച്ചു വിടാം. പക്ഷേ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെങ്ങാനും പോലീസിൽ വിളിച്ചു. കാരണം പിള്ളേർക്ക് പിള്ളേരുടെ മൊബൈലുണ്ട്, അവർക്കറിയാം എങ്ങനെയാണ് വിളിക്കേണ്ടത്. നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മൾ പേരൻസ് ഒക്കെയാണ്, നമ്മളവരെ സ്നേഹിക്കുന്നുണ്ട്, അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, ഇല്ല എന്നൊന്നും പറയത്തില്ല. പക്ഷേ ഇതേപോലുള്ള പണികൾ വരുമ്പോൾ നമ്മളോടൊന്നും പിള്ളേർ പറയത്തില്ല. പോലീസ് വന്ന് ഡോറിൽ ബെല്ലടിച്ച് കഴിയുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ ആര് വിളിച്ചു, അവർക്കായിരിക്കും പ്രിഫറൻസ്. അതാണ്. അപ്പം ഇവിടെ വന്നിട്ട് ഇനിയിപ്പോൾ അന്നേരം പിള്ളേർ പറയുകയാണത് എൻ്റെ ഡാഡ് എന്നെ ഇന്നലെ അടിച്ചു, അതിന്റെ പാടായത്. നമ്മൾ പിന്നെ ഇങ്ങനെ പറയുന്നത് ഇപ്പം എന്തെങ്കിലും അവർ ത്രെട്ടൻ ചെയ്തെന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ കേസാണ്. ചെറിയ ഒരു നിമിഷത്തിൽ നമ്മളെ പിള്ളേരുള്ള സ്നേഹം കൊണ്ടാണ് നീ എന്തിനാ അവിടെ പോയപ്പോഴൊരു അടി അടിക്കുന്നത്. ഇത് മതി നമ്മുടെ UK ജീവിതം തീരാൻ. അതേപോലൊക്കെ തന്നെയാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും ഇതേപോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഈ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ പറയേ കള്ളും ഇതുപോലുള്ള സാധനങ്ങൾ കിട്ടാനൊക്കെ ഈസിയാണ്. പക്ഷേ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻസ് ഒരുപാടുണ്ട്. നമ്മുടെ ബന്ധുക്കൾ ഇതുപോലെ കൊണ്ട് ക്യൂ നിൽക്കണം. ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമില്ല, നമ്മുടെ ആരും ബന്ധുക്കളില്ല, നമുക്കിവിടെ ക്യൂ നിൽക്കട്ടെ, ടെസ്കോയിലോട്ട് പോവുക, അല്ലെങ്കിൽ വേറെ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഒരു 30% സ്പേസ് ഇതിനു വേണ്ടി നാട്ടിനെക്കാട്ടി വില കുറവ്. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് ചില ആൾക്കാർ ഇതിനകത്ത് ചാടി കമഴ്ന്ന് വീണ് ഇത് മേടിച്ചിട്ട് അടി കഴിഞ്ഞു കഴിഞ്ഞാൽ പെണ്ണും നമ്മളുടെ മണ്ടയ്ക്കാണ് പിന്നടി. വെറുതെ നിങ്ങൾ പിള്ളേരുടെ അടുത്ത് അടി ഉണ്ടാക്കി പിള്ളേരെ ഇതിനകത്തിൽ വലിച്ചിട്ട് പിള്ളേരെ അവസാനം സോഷ്യൽ സർവീസുകാർ കൊണ്ടുപോകും. കെട്ടിയവനും തമ്മിൽ അടിയായി. നമ്മൾ സ്നേഹിച്ച് വളർത്തുന്ന ഒരു കുഞ്ഞിനെ ഒരു ദിവസം സോഷ്യൽ സർവീസ് വിളിച്ച് കൊണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തീർന്നു. അതെ, പിന്നെ ഒരു കാര്യമില്ലല്ലോ. പിന്നെ നമ്മൾ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? നമ്മളിവിടെ വന്നിട്ട് വലിയ കാശുണ്ടാക്കി, അല്ലെങ്കിൽ ഇവിടെ വന്ന് 4 ബെഡ്റൂം ഡിറ്റാച്ച്ഡ് ഹൗസ് മേടിച്ചു, അല്ലെങ്കിൽ എല്ലാം നമ്മൾ ഓഡിയയിലും അല്ലെങ്കിൽ BMW റേഞ്ച് റോവറിലാണ് നടക്കുന്നത്, 4 പേരെ കാണിച്ചു. ഇതാണ് പ്രശ്നമെങ്കിൽ നമ്മൾ ഈ ഡിറ്റാച്ച്ഡ് ഹൗസിൽ താമസിച്ചിട്ടോ അല്ലെങ്കിൽ പോർഷയിൽ നടന്നിട്ടോ ഒന്നും ഒരു കാര്യമില്ല. നമ്മളിപ്പോൾ എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്നതാണ് അങ്ങനല്ല ജീവിക്കാൻ പറ്റുന്നത്. കാരണം ഇവിടെ വളരെ കുറച്ച് സമയമുള്ളൂ ഹസ്ബൻഡും വൈഫും സ്പെൻഡ് ചെയ്യുള്ളൂ. ഒരാൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ ആയിരിക്കും അടുത്ത ആള് കുട്ടിയെ വെച്ചിട്ട് ഡ്യൂട്ടിക്ക് പോകുന്നത്. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ വളരെ സ്ട്രെസ്ഫുൾ ലൈഫാണ്. ഇവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വിദേശ രാജ്യങ്ങളിലെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന റീൽസിൽ കാണുന്ന ആ ഒരു ഒന്നുമല്ല. നമ്മളീ പറയുന്ന 100% മഞ്ഞ് പെയ്യുന്ന ഇതിലൂടെ നടക്കുന്നു. അതെ, മഞ്ഞ് പെയ്യുന്നു, മഞ്ഞിൽ കൂടെ നടക്കുന്നു. ചെറിയ ഒരു എല്ലാരും BMW കാറിലാണ് പോകുന്നത്, എല്ലാരും റേഞ്ച് റോവറിലാണ് പോകുന്നത്. പൈസ വാരി എറിയുന്നു ലക്ഷക്കണക്കിന്. പിന്നെ രാവിലെ മരത്തിൽ നല്ല മഞ്ഞുകട്ട ഇരിപ്പുണ്ട്. നമ്മൾ കുലുക്കുമ്പോൾ മഞ്ഞുകട്ടയെ വീഴുന്നത്, അല്ല പൗണ്ടിന്റെ നോട്ടത്തിലല്ല വീഴുന്നത്. ആ മഞ്ഞുകട്ട കിട്ടിക്കിടക്കും വല്ല കാര്യമുണ്ടോ? നമ്മൾ അത് റീൽസ് എടുത്തിട്ട് ഇതിപ്പോ മഞ്ഞുകട്ടയല്ല പൗണ്ടാണ് വീഴുന്നത്, നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉണ്ടെങ്കിൽ പൗണ്ട് വാരണം. നമ്മുടെ വീട്ടുകാരും ഒക്കെ ഇതൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവന്റെയൊക്കെ കോടിക്കണക്കിന് പൈസയാ ഇവന്മാരെ നമുക്ക് പാര വെക്കാവുന്നതിന്റെ മാക്സിമം അവരും പാര വെക്കും. പക്ഷെ നമുക്കറിയാം UK അല്ലെങ്കിൽ ഒരു വിദേശ രാജ്യത്തെ ജീവിതം എങ്ങനെയാണെന്ന് പല മലയാളികളെയും പഠിപ്പിക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല. പിന്നെ ഗൾഫിലൊക്കെ പോയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം അവരുടെ എന്ന് വെച്ചാൽ ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഫാമിലി നാട്ടിലായിരിക്കും. അതെ, ഗൾഫില് നമ്മളിപ്പോ ഒറ്റയ്ക്കാണ്, ഇവിടെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഇവിടുത്തെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയോടൊപ്പം നമ്മുടെ കുട്ടികളോടൊപ്പം നമുക്ക് ജീവിക്കാൻ പറ്റും. അതാണ് മിസ്യൂസ് ആയിട്ട് ഇപ്പൊ വിഷയമായിട്ട് വന്നേക്കുന്നത്. വലിയൊരു പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു സർക്കാരൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കും ഇപ്പോഴും സ്റ്റുഡൻസിനും കേരളമാർക്കൊന്നും വിസ കൊടുക്കാത്തത്. ഭയങ്കര കേസ് കെട്ടുകളാണ് ഇപ്പൊ. ഒരു സ്ഥലത്തു നിന്ന് മാത്രമൊക്കെ ഇത്രയും കേസുകൾ ഉണ്ടാവുന്നത്. ഇപ്പൊ പാർലമെന്റ് വരെ ചെന്നിട്ടുണ്ട്. പാർലമെന്റിൽ ഒരു MP ഇപ്പൊ അതിന് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടന്നു. ഇനിയിപ്പോ ഇങ്ങനെയുള്ള വയലൻസ് ഒക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക അവധി കൊടുക്കണമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ എന്തായാലും നമുക്കറിയത്തില്ല. ഇപ്പം ഭാര്യമാരാണ് നമ്മളെ വഴക്കുണ്ടാക്കുന്നെങ്കിൽ നമ്മൾ അവരെ പറഞ്ഞെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ ആകോട്ട്, അല്ലാതെ നമ്മൾ കുറച്ചുകൂടെ ജോലിയൊക്കെ ചെയ്ത് കാണിക്കും, ഇല്ലേ? ഇപ്പൊ ഭാര്യമാർക്കാണ് ഭർത്താക്കന്മാരെങ്കിൽ ഇവർക്ക് കുടിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ മാക്സിമം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക. മനസ്സിലാക്കാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ അവരെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒഴിവാക്ക്.
നിങ്ങൾ എന്തിനു വെറുതെ നിങ്ങളുടെ ജീവിതം ഒരു കാര്യമില്ല, അല്ല എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. വെറുതെ അയാളെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇട്ടു. നിങ്ങളുടെ നമുക്കറിയാലോ, ഇപ്പം നമ്മുടെ ഒരു ഹസ്ബൻഡ് വൈഫായിട്ട് താമസിക്കുന്ന ഒരാള് നമ്മുടെ ഹസ്ബൻഡിനെ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ അന്ന് വരെ നമ്മളെ സ്നേഹിച്ച ആൾക്കാർ നമുക്കെതിരെ തിരിയും. കാരണം അവര് പറയും ആ ചെറുക്കൻ നല്ലൊരു ചെറുക്കനാണ്, അവളിപ്പോ ജയിലിലിട്ട് ഇപ്പൊ അവള് കാണിക്കുന്ന കണ്ടില്ലേ. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ നമ്മുടെ ഒരു ഹസ്ബൻഡ് ജയിലിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ ഒറ്റയ്ക്കൊക്കെ ജീവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് 1-2 പിള്ളേരും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യങ്ങളും പിന്നെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, പിള്ളേരെ ആരും നോക്കും. നമ്മൾ ഈ ഹസ്ബൻഡിനെ ഒഴിവാക്കി കഴിയുമ്പോഴാണ് അതിന്റെ ഗുണം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്നത്, നിങ്ങൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. ഇവിടെ ഫാമിലി ആയിട്ട് വന്നിട്ടുള്ള ഒരാളെ സംബന്ധിച്ചോളം ഹസ്ബൻഡ് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ വൈഫ് ഒറ്റയ്ക്കോ പിള്ളേരെ കൊണ്ട് ജീവിക്കാനായിട്ട് പറ്റത്തില്ല. പറ്റുവാണെങ്കിൽ ഇങ്ങനെ ഒരാളെങ്ങനെ ഡ്യൂട്ടിക്ക് പോകും. നിങ്ങൾ തന്നെ വിവാഹം കഴിക്കാനൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ചിന്തിക്കുക, നിങ്ങളൊന്ന് പഠിക്കുക. നിങ്ങൾക്ക് എങ്ങനെയുള്ള ഒരാളിനെ വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരോട് പറഞ്ഞ് നിങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള ഒരാളിനെ എങ്ങനെയെങ്കിലും. ഇപ്പോഴും നാട്ടിലൊക്കെ കല്യാണം കഴിക്കാൻ ആണുങ്ങളൊക്കെ ഇഷ്ടം പോലെ റെഡിയായിട്ട് ഇരിക്കുക. ഇപ്പൊ പെണ്ണുങ്ങളെ കിട്ടാതിരിക്കുന്ന ഒരു സമയമാണ് നാട്ടില്. അപ്പം ഈ പലരും ഇപ്പൊ കല്യാണം തന്നെ വേണമെന്ന് തന്നെ രണ്ടാമത് ആലോചിക്കുന്ന ടൈമാണ്. അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ടൊരു കല്യാണം കഴിക്കാതെ അവരെ കുറിച്ച് കുറച്ച് പഠിച്ചിട്ടൊക്കെ ഒരു വിവാഹത്തിലേക്ക് ചെന്ന് ചാടുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. UK-ലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തുറന്ന് പറയും. പിന്നെ ഏത് ജോലിയും ചെയ്യാൻ റെഡിയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു പർട്ടിക്കുലർ ജോലി ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ഒരു മെന്റാലിറ്റി ഉള്ളവരാണ് നല്ലതായിരിക്കും. നിങ്ങൾ എഡ്യൂക്കേറ്റഡുള്ള ആൾക്കാരെ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ അറിയാൻ വയ്യാത്ത ഒരാളാണ്, ഇപ്പൊ UK-ലെ ഒരു കാര്യങ്ങളും അറിയാൻ വയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ UK-ലെ ലൈഫ് ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അക്കൗണ്ടന്റ് ജോലി അല്ലെങ്കിൽ ടീച്ചറിന്റെ ജോലിയോ അല്ലെങ്കിൽ എഞ്ചിനീയറുടെ ഡോക്ടറുടെ ജോലി കിട്ടത്തില്ല. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലീനിങ് ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലായിരിക്കും ജോലി കിട്ടുന്നത്, അല്ലെങ്കിൽ KFC-യിലായിരിക്കും. ഈ ജോലിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോയി 1 വർഷം 2 വർഷം കഴിയുമ്പോഴേ നമുക്ക് നമ്മുടെ ജോലിയിലേക്ക് പോകാം. അത്ര നാൾ കഷ്ടപ്പെട്ട് വരുന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഒരു കാര്യം അറിയാത്തവരാണെങ്കിൽ അവരുടെ മനസ്സിൽ ഇതുണ്ടാവും. അങ്ങനെ വരുന്ന ഒരാള് ഇവിടെ വന്ന് കഴിയുമ്പോൾ എന്തൊരു ജോലി കിട്ടിക്കഴിഞ്ഞാലും ആ ജോലിയിലേക്ക് അവർ പോകും. നമ്മളവർക്ക് നമ്മളെ കെട്ടിയവനെ ഇപ്പം നാട്ടിൽ കയറ്റി വിട്ടു അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ എന്റെ ജീവിതം നിങ്ങൾ തന്നെ ആയിരിക്കും അനുഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഹസ്ബൻഡ് ആയാലും വൈഫായാലും ഡിവോഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലേക്ക് ചാടി അല്ലെങ്കിൽ ഒരു പോലീസിനോട് വിളിച്ച് പറയുന്നതിന് മുമ്പ് ഇത് നമ്മൾ തിങ്ക് ചെയ്യണം. നാളെ നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരു മനുഷ്യനും ഈ പുള്ളി തന്നെ ഇപ്പൊ ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫും വൈഫാണെങ്കിൽ ഹസ്ബൻഡ്, രണ്ടുപേരും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ മുഴുവനും നിങ്ങൾ പഠിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ആയിരിക്കും പണി വരുന്നത്. എനിക്കൊന്ന് കുട്ടികളോട് ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നല്ലതായിരിക്കും അല്ലെ. ഒരു 10, 11, 12 വയസ്സുള്ള കുട്ടികൾ നിങ്ങൾ ഡാഡിക്കെതിരെ അല്ലെങ്കിൽ മമ്മിക്കെതിരെ കംപ്ലൈന്റ് ചെയ്താൽ നിങ്ങളെ സോഷ്യൽ സർവീസ് കൊണ്ടുപോകും. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന സുഖമൊന്നും കാണത്തില്ല. അതെ, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം നമ്മളുടെ പിള്ളേരല്ല, അവരെയൊക്കെ നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ അവരെ ഉപദ്രവിക്കാതോ അല്ലെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനും അതിൽ നിന്ന് അവരെ റെസ്ട്രിക്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ നീ എപ്പോഴും പോയി പഠിക്കുക ഇങ്ങനൊന്നും പറയാതെ പിള്ളേരോട് ഇതേപോലെയുള്ള നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളെ ചോദിക്കുന്നതെല്ലാം മേടിച്ചു കൊടുക്കാതിരിക്കണം. അവര് അറിയണം നമ്മളും ഈ പൈസ എന്ന് പറയുന്നത് വില അറിയണം. അല്ലെങ്കിൽ അവർക്ക് ഇതെല്ലാം വെറുതെ കിട്ടുന്നതാണ്. പിള്ളേരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാം, നോക്കുക നിന്റെ ഡാഡ് നോക്കുക എത്രമാത്രം നൈറ്റ് ഡ്യൂട്ടി ചെയ്തിട്ടാണ് രാവിലെ വന്നിട്ട് നിന്നെ കൊണ്ട് സ്കൂളിൽ പോകുന്നത്, അല്ലെങ്കിൽ നിനക്ക് ഇതിനെ ഉച്ചയ്ക്ക് വന്ന് പിക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ മമ്മിനെ നോക്കുക ഇതുപോലെ ജോലി ചെയ്തിട്ടാണ് നിങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ അവർ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഏത് പിള്ളേർക്കാണെങ്കിലും അത് മനസ്സിലേക്ക് വരും. അപ്പൊ അല്ലാതെ നമ്മൾ അവരെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അവരുടെ കുറ്റങ്ങൾ പറയുക അല്ലെങ്കിൽ നീ അവനെ കണ്ടുപഠിക്കുക, അവനെന്തുമാത്രം പഠിക്കുന്നത് കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഒരു കാരണവശാലും ഷൗട്ട് ചെയ്യാൻ പോകരുത്. കാരണം ഷൗട്ട് ചെയ്യാൻ പോകാന്ന് പറഞ്ഞാൽ അത് പിള്ളേരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുള്ളത് 100% ഷുവറാണ്. നമ്മൾ ഒരു നമ്മുടെ മക്കളാണ്, പക്ഷെങ്കിൽ അവരെ ഷൗട്ട് ചെയ്യാനായിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ഷൗട്ട് ചെയ്യരുത്. നമ്മുടെ കാര്യങ്ങൾ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മളുടെ ജീവിതം ഇങ്ങനെയാണ്, ഇംഗ്ലീഷുകാരുടെ കൂട്ടുള്ള ജീവിതം അല്ല. നമ്മുടെ ഒരു കൾച്ചറൽ ഇങ്ങനെയാണ് നമ്മുടെ കൾച്ചറൽ വാല്യൂ അവരെ കുറച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. വല്ലപ്പോഴും ഒക്കെ നിങ്ങൾ നാട്ടിൽ അവരെ കൊണ്ടുപോയി കാണിക്കുക. പേരൻസിനെ നമ്മൾ റിലേറ്റീവ്സിലേക്ക് മലയാളം കഴിവ് നിങ്ങൾ വീട്ടിൽ പറയാനായിട്ട് ശ്രമിക്കുക. കാരണം മക്കൾ നമുക്കറിയാലോ അവരെപ്പോഴും ഇംഗ്ലീഷേ പറയത്തുള്ളൂ. പിന്നെ നമ്മുടെ ഫുഡും മാക്സിമം അവർക്ക് നമ്മൾ അവർ ഇംഗ്ലീഷ് നമ്മളോട് പറഞ്ഞാലും നമ്മൾ മലയാളത്തിൽ അവരോട് പറയാം. കാരണം അവർ ഇംഗ്ലീഷ് എന്തായാലും അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്ന് ഇപ്പൊ നാട്ടിൽ നിന്ന് വന്നിട്ട് ഞാൻ പറയാം, ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ കൊണ്ട് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ ഒരു ഇംഗ്ലീഷ് വർത്തില്ലെങ്കിൽ അവൻ 6 മാസം കൊണ്ട് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് വർത്തായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അവർ ഇംഗ്ലീഷ് പഠിക്കുന്നോ ഇല്ലെന്നോ നിങ്ങൾ ബേജാറാവണമെന്ന് യാതൊരു കാര്യമില്ല. നിങ്ങൾ അവര് ഇനിയിപ്പം ഇവിടുന്ന് ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോഴേ ഗൾഫിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുള്ള അവരൊക്കെ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അവർ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് വർത്തില്ല. അവരുടെ
ഗൾഫിലൊക്കെ പലരും വീടുകളിൽ മലയാളം തന്നെയാണ് പറയുന്നത്. പക്ഷേ UK യിലേക്ക് വന്നു കഴിയുമ്പോൾ അവരിവർ ഇംഗ്ലീഷേ പറയത്തുള്ളൂ. അപ്പൊ അങ്ങനെ പേരൻസിനും അത് ഭയങ്കര ഇഷ്ടമായോ, എന്റെ പിള്ളേർ ഭയങ്കര ഇംഗ്ലീഷാണ് പറയുന്നത്. അപ്പൊ പേരൻസിന് അറിയാൻ വയ്യാത്ത ഇംഗ്ലീഷ് ഇവരോട് സംസാരിക്കും. അത് കുറച്ചുനാൾ കഴിയുമ്പോൾ പിള്ളേർക്ക് ഇറിറ്റേറ്റ് ആവും. പിള്ളേർ നല്ലവർക്ക് ഇംഗ്ലീഷ് പഠിച്ചിട്ട് അവർ പറയും നിങ്ങൾ എന്ത് ഇംഗ്ലീഷ് പറയുന്നത്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലേ. അപ്പൊ അതിനെക്കാട്ടും നല്ല നിങ്ങൾ മലയാളത്തിൽ സംസാരിക്കുക. ആ പിള്ളേരെ കൊണ്ട് മലയാളം പഠിപ്പിക്കുക. എഴുതാനും വായിക്കാനും അറിയത്തില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് പറയാനെങ്കിലും അവർ പഠിക്കുക. അതുപോലെ തന്നെ 2 വർഷമെങ്കിലും കൂടി ഇരിക്കുമ്പോൾ നിങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോയി നിങ്ങളുടെ പേരൻസിനെ, നിങ്ങളുടെ റിലേറ്റീവ്സിനെ, നമ്മളുടെ കൾച്ചറും കാര്യങ്ങളും നാടും ഒക്കെ എല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കുക. അങ്ങനെയാണല്ലോ വളർന്നു പ്രൈവറ്റ് ബസ്സിൽ അവരെ കയറ്റി യാത്ര ചെയ്യും. അവരറിയണം എല്ലാം ബുദ്ധിമുട്ടും. അപ്പൊ ആ പിള്ളേർക്ക് കുറച്ചുകൂടെ തിരിച്ചറിവുണ്ടാവും. അപ്പൊ അവർക്ക് നമ്മളുടെ ജീവിതത്തിന്റെ ഒരു വാല്യൂ മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള പിള്ളേര് പെട്ടെന്നൊന്നും ഇതേപോലുള്ള കംപ്ലൈന്റുകളോ അല്ലെങ്കിൽ പോലീസ് വിളിച്ച് പറയുകയൊന്നും ചെയ്യത്തില്ല. ഇതൊരു ചെറിയ സ്ട്രെസ് വരുമ്പോഴേ ഉടനെ അടുത്ത സൊല്യൂഷൻ ഇതാ, പോലീസിനെ വിളിക്കുക. അതെ, കാരണം അവരുടെ ഇവിടുത്തെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷുകാരായിട്ട് പിള്ളേരായിരിക്കും. അവര് ഈ കാര്യങ്ങളാണ് ഇവിടെ നമുക്കറിയില്ല. ഇപ്പൊ ഇംഗ്ലീഷുകാരെ കുറ്റം പറയല്ല, അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലുള്ള ജീവിതമാണ്. പാർട്ട്ണറും അങ്ങനെ ഒരു കൾച്ചറാണ്. അപ്പൊ അവരെ കണ്ടാണ് ഈ പിള്ളേർ പഠിക്കുന്നത്. ഇവരുടെ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷുകാർ തന്നെ ആയിരിക്കും. അപ്പൊ അവര് എന്തെങ്കിലുമൊക്കെ ഇതേപോലുള്ള കാര്യങ്ങൾ അവരോട് എന്ന് പറയുമ്പോൾ അവര് പറയുന്നത് ഞാൻ എന്റെ അച്ഛനെ എന്നെ ഇങ്ങനെ ചെയ്തു, ഞാൻ കൂട്ടി പോലീസിൽ കേസ് കൊടുത്താണ് പിടിച്ചുകൊണ്ട് പോയി ചെയ്യില്ല. ഹസ്ബൻഡും വൈഫായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്നേഹിച്ച് ചില ഇതുപോലുള്ള പ്രശ്നങ്ങൾ പരസ്പരം സഹായിച്ച് ഒരാൾ ജോലിക്ക് പോകുമ്പോൾ മറ്റേ വീട്ടിലെ ജോലികൾ ചെയ്യുക. കള്ളടിക്കുന്നതുകൊണ്ട് ഇപ്പൊ 1-2 പെഗ് അടിക്കുന്നുണ്ടോ അതൊന്നൊരു വിഷയമുള്ള അതൊക്കെ ചെയ്യാത്തൊരു കുറവാണ്. അപ്പൊ 1-2 പെഗ് അടിക്കുക, ഓവർ ആവരുത്, എന്നും പാർട്ടികൾക്ക് പോകാതിരിക്കുക, എന്നും നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടിറങ്ങി എവിടെയെങ്കിലും വെളിയിൽ പോയി ഭക്ഷണം കഴിക്കാതിരിക്കുക. വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഏറ്റവും ബെറ്റർ. മാക്സിമം ഇതാണ് അതിന്റെ ഒരു പോംവഴി എന്ന് പറയുന്നത്. 2 പേരും പരസ്പരം അറിഞ്ഞു കേട്ടങ്ങ് ജീവിക്കുക. അപ്പൊ കെട്ടിയവരാണ് വൈകിട്ട് വരുന്നതെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുക. അല്ലെങ്കിൽ കെട്ടിയോളാണ് വരുന്നതെങ്കിൽ നമുക്ക് കുക്ക് ചെയ്ത് വെക്കുക. പിള്ളേരെ സ്നേഹമായിട്ട് സന്തോഷമായിട്ട് നമ്മളവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏത് ലോകത്താണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ കാര്യങ്ങൾ പോകും. ഉറപ്പാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് അറിഞ്ഞിട്ടുള്ള കേസുകൾ അഡ്വൈസ് അല്ല. വലിയ ആൾക്കാരാണ്. അവന്മാരിപ്പോ അവിടെ ചെന്നിട്ട് ഭയങ്കര കമന്റ് ഒക്കെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും പറഞ്ഞു. നമ്മൾ ജീവിതത്തിൽ നിന്ന് അനുഭവിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. നമ്മള് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാവാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല നമ്മൾ 100% ആൾക്കാർ പോസിറ്റീവ് മാത്രമേ ചെയ്യാം, അങ്ങനൊന്നും അല്ല. എല്ലാവരുടെയും ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ഒരു ഫോറിൻ കൺട്രിയിൽ ഹസ്ബൻഡ് ഇല്ലാതെ വൈഫും വൈഫില്ലാതെ ഹസ്ബൻഡും ജീവിക്കാൻ ഭയങ്കര പാടാണ്. അത്രയും മാത്രം നിങ്ങൾ ഓർത്താൽ മതി. നാളെ നമ്മളെ സഹായിക്കാൻ ഇവിടെ ആരും കാണത്തില്ല. ഹസ്ബൻഡിനെ സഹായിക്കാൻ വൈഫും, വൈഫിനെ സഹായിക്കാൻ ഹസ്ബൻഡും അവരുടെ മക്കളും മാത്രമേ കാണത്തുള്ളൂ. അത്രയും നമുക്ക് മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിലേക്ക് ഒന്നും സംസാരിക്കുന്ന നമ്മൾ മറ്റൊരു വീഡിയോ കാണുന്നതിന് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.